ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ അണ്ടർ കവർ ഹൈസ്കൂൾ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഹേസു ആണെങ്കിൽ തൻ്റെ കൂടെ തന്നെ ഒരു ചാരനുണ്ടെന്ന് മനസ്സിലാക്കുന്നതും ഇവനാകെ വണ്ടടിച്ചു നിൽക്കുന്ന ടൈമിൽ ഇവൻ്റെ എക്സ്പ്രഷൻ കണ്ടിട്ട് എന്തോ പന്തികേടുണ്ടെന്ന് തോന്നുന്ന ഹോസു ആണെങ്കിൽ എന്താ കഴിഞ്ഞില്ലേ പോവല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് ഇവരവിടെ നിന്ന് ഇറങ്ങുന്നതും പിന്നീട് സീനിയർ ആണെങ്കിലോ ഡു എന്ന ശബ്ദം വരുന്ന ഒരു കീ ആണ് സൈലൻ്റ് ആയിട്ടുള്ളത്. അതിൽ എന്തെങ്കിലും ക്ലൂ ഒളിച്ചിരിപ്പുണ്ടായിരിക്കും, അതായിരിക്കും കാര്യം എന്നൊക്കെ പറഞ്ഞ് ഡിസ്കസ് ചെയ്യുന്ന ടൈമിൽ ഇവൻ്റെ ശ്രദ്ധ ഇവിടെ ഒന്നും ആയിരിക്കില്ല. സീനിയർ ആണെങ്കിലോ അല്ല ചെയർവുമണിൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നത് നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞാൻ ടയേർഡ് ആണെന്ന് പറഞ്ഞ് ഇവൻ പകുതിക്ക് വെച്ച് ഇറങ്ങുന്നതും ഹ്യൂനാണെങ്കിൽ എന്തോ വിയേർഡായിട്ട് സംഭവിക്കുന്നുണ്ടല്ലോ എന്നവിടെ പറയുന്നുണ്ട് കേട്ടോ. ഇവനാണെങ്കിൽ ആകെ അപ്സെറ്റ് ആയിട്ട് പോകുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. ഇതേ ടൈമിൽ പാർട്ടി കഴിഞ്ഞിട്ട് ടീച്ചേഴ്സിനെ മൊത്തം അവിടെ ക്ലീൻ ചെയ്യിപ്പിക്കുന്ന വയസ്സിയെ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന ടൈമിലാണ് ഹെഡ്സെറ്റ് ബോയ് ഉണ്ടല്ലോ ഇവന്റെ കാലിലേക്ക് വെയിറ്ററുടെ കൈ തട്ടി ഫുഡ് എന്തോ വീഴുന്നുണ്ട്. ഇവനാണെങ്കിൽ അയാളോട് ചൂടാകുന്നതും സോറി പറയാനൊക്കെ പറയുന്ന ടൈമിൽ ഇവന്റെ കീശയിൽ നിന്നും ഒരു കാർഡ് പുറത്തേക്ക് വീഴുന്നുണ്ട്. ഈ വെയിറ്റർ ആണെങ്കിൽ സോറി പറയാൻ ശ്രമിക്കുമ്പോൾ അങ്ങോട്ട് വരുന്ന ഹോസ് തടയാണ്. നിന്നേക്ക വയസ്സിന് മുതിർന്ന ആളല്ലേ, ഇങ്ങനെയാണോ പെരുമാറേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവൻ അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. എന്നൊരു കാര്യം ചെയ്യും, മിസ് അങ്ങ് സോറി പറഞ്ഞാൽ മതി, അതങ്ങ് തുടച്ചു കളഞ്ഞേക്കെന്നൊക്കെ പറഞ്ഞു വളരെ മോശമായി സംസാരിക്കുമ്പോൾ അങ്ങോട്ട് വരുന്ന ഇവന്റെ അച്ഛനാണെങ്കിലോ ഇങ്ങനെയാണോ ടീച്ചർമാരോട് സംസാരിക്കേണ്ടത്, സോറി പറയാനൊക്കെ പറഞ്ഞ് ആൾ ഇവളോട് സോറി പറയുമ്പോൾ നിങ്ങളല്ല നിങ്ങളുടെ മകൻ ഇദ്ദേഹത്തോട് വളരെ മോശമായിട്ടാണ് സംസാരിച്ചത്, ഇയാളോടാണ് ഇവൻ സോറി പറയേണ്ടതെന്ന് പറയുമ്പോൾ അച്ഛനൊരു പുച്ഛ ചെരിയായിരിക്കും. അങ്ങോട്ട് വരുന്ന വയസ്സിയാണെങ്കിൽ ഇതാരാണെന്ന് അറിയില്ല, ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ പാടുണ്ടോ എന്ന് ചോദിക്കുന്നതും റിയയും ഇതുപോലെ ഇവിടെ വിലക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവർ പോകുന്ന ടൈമിൽ റിയയാണെങ്കിലോ അല്ല നിനക്ക് ഫുൾ ടൈം ടീച്ചർ ആകണമെന്ന് ഒരാഗ്രഹവും ഇല്ല, ഈ കൗൺസിൽ മെമ്പേഴ്സായിട്ട് എന്തിനാ വെറുതെ പ്രശ്നത്തിന് പോകുന്നതെന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ വെയിറ്റർ ആണെങ്കിലോ ആ കുട്ടിയുടെ കയ്യിൽ നിന്ന് വീണതാണെന്ന് പറഞ്ഞ ആ കാർഡ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഈ കാർഡാണ് നേരത്തെ ചെയർവുമൺ ഈ VIP പാരന്റ്സ് മീറ്റിംഗിൽ ഇവർക്ക് കൊടുത്തത്. ഇതേ ടൈമിൽ പിയാനോയുടെ അടുത്തേക്ക് വരുന്ന ചെയർവുമൺ ആണെങ്കിൽ അങ്ങനെ തേർഡ് ക്ലൂ കിട്ടി, ഇനി ഫോർത്ത് ക്ലൂ ആണ് കിട്ടേണ്ടതെന്ന് പറയുന്നതും അതായത് ആൾക്ക് ഓൾറെഡി അറിയാം ഹീസു ഈ ക്ലൂ കണ്ടുപിടിക്കാൻ വരുമെന്ന്. കഥ അറിയാതെ ആട്ടം ആടിയത് ഭാവം ഹീസു ആയിരിക്കും. ഹീസു ആണെങ്കിലോ പിന്നീട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നോട്ട് ചെയ്യുന്നതും സംശയമായിട്ട് ഹ്യൂനിന്റെയും ലേഡി സ്റ്റാഫിന്റെയും പേര് എഴുതുന്നുണ്ട്. അങ്കിളിന്റെ പേര് എഴുതുന്ന ഇവനാണെങ്കിൽ പിന്നീട് അത് മാറ്റാൻ നോക്കുന്നതും ആ ടൈമിൽ ആലോചിക്കുന്നത് ഇവൻ അങ്കിളിനോട് നേരത്തെ ചോദിച്ചിരുന്നു, അതായത് ഈ ഗോൾഡ് ബാറിന്റെ കേസ് ഒക്കെ ശരിക്കുള്ളതാണോ, ഇത് വാലിഡ് ആയിട്ടുള്ള ഒരു കേസ് ആണോ എന്നൊക്കെ ചോദിച്ച ടൈമിൽ ഡയറക്ടർ അങ്ങനെയാണ് പറഞ്ഞത്. ഞാൻ ഒന്നുകൂടി ചോദിക്കാം, എന്തായാലും ഗോസ്റ്റ് സ്റ്റോറിയിൽ നന്നായി ശ്രദ്ധിക്കാനൊക്കെയാണ് അങ്കിൾ എന്ന് പറഞ്ഞത്. അപ്പൊ ഇതൊക്കെ ആലോചിക്കുന്ന ഇവനാണെങ്കിൽ ആ പേര് അവിടെ മായ്ക്കുന്നില്ല. ഇതേ ടൈമിൽ ഹീസുവിന് വന്ന ഒരു മാറ്റം അങ്കിളും ശ്രദ്ധിക്കുന്നുണ്ട്. ആളും അപ്സെറ്റ് ആയിരിക്കും കേട്ടോ. വീട്ടിൽ ഇറക്കി വിടുന്ന ടൈമിൽ ആൾക്ക് എന്താ പറ്റി, ഭയങ്കര സങ്കടത്തിലാണല്ലോ എന്ന് ഹ്യൂൻ ചോദിക്കുമ്പോൾ ലേഡി സ്റ്റാഫ് ആണെങ്കിൽ ആ ഹീസു നല്ല സങ്കടത്തിലായിരുന്നല്ലോ, എന്തൊക്കെ പറഞ്ഞാലും അവരൊരു ഫാമിലി അല്ലേ എന്ന് പറയുമ്പോൾ ഹ്യൂൻ ആണെങ്കിലും നൈസായിട്ട് ഇവന്റെ ഒരു കാര്യം അവിടെ എടുത്തിടുന്നുണ്ട്. അല്ല ഈ ഫാമിലിയെ പറ്റി പറഞ്ഞല്ലോ, അല്ല നമുക്ക് രണ്ടുപേർക്ക് ഈ ഫാമിലി എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴേക്കും എനിക്ക് താല്പര്യമില്ല, എനിക്ക് ഒരാൾ ഓൾറെഡി ഉണ്ടെന്ന് പറയുന്നതും ഹ്യൂനിന്റെ ആ ഒരു അപ്രോച്ചും അവിടെ തള്ളിപ്പോവാണ്. നെക്സ്റ്റ് സീനിൽ ഓസു ആണെങ്കിലും അങ്ങനെ വിട്ട് കളയുന്നില്ല. ഇവളാണെങ്കിൽ എന്തായിരിക്കും ആ ക്ലൂ എന്ന് കണ്ടുപിടിക്കുന്നതിന്റെ തിരക്കിലായിരിക്കും. അങ്ങനെയാണ് ഇവളൊരു കാര്യം ശ്രദ്ധിക്കുന്നത്, അതായത് ഈ സോങ്ങിനെ ശ്രദ്ധിക്കാതെ സോങ്ങിന്റെ ലിറിക്സ് ശ്രദ്ധിക്കുന്നുണ്ട്. അതായത് ഈ കീവേഡ്സിന്റെ അവിടെയൊക്കെ തന്നെ ലിറിക്സ് വരുമല്ലോ, അത് എഴുതിയിട്ട് ഇവളാണെങ്കിൽ ഈ ഡു എന്ന ലെറ്റർ, അതായത് ആ ഒരു കീ സൈലന്റ് ആണല്ലോ, ആ സൈലന്റ് ആയ കീയുടെ അവിടെ വരുന്ന വേർഡ്സ് ഒക്കെ കൂട്ടി വായിക്കാൻ നോക്കുമ്പോൾ ഒന്നും മനസ്സിലാകുന്നില്ല. പിന്നീടാണ് ഈ ഡെഡ് ഗേള് പിയാനോ പ്ലേ ചെയ്തു എന്നല്ലേ പറയുന്നത്. അപ്പൊ മരിച്ച പെൺകുട്ടി വായിക്കുന്ന ഭാഗത്തെ ഈ സൈലന്റ് ആയിട്ടുള്ള കീ പ്ലേ ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ, അവിടെ എന്തൊക്കെയാണ് വേർഡ്സ് വരുന്നതെന്ന് കൂട്ടി എഴുതുന്ന ടൈമിൽ ആ ക്ലൂ ഇവൾക്ക് കിട്ടുകയാണ്. ഇവൾക്ക് തന്നെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ ഫേസിൽ വെള്ളത്തുള്ളികളൊക്കെ ആയിട്ട് സൂര്യനെ അഭിമുഖീകരിക്കുകയാണെങ്കിൽ സ്വർണം പ്രകാശിക്കുമെന്ന്, അതായത് ഒരു പോയം പോലെയാണ് കിട്ടുന്നത്. എന്തായാലും ഇവളാണെങ്കിൽ അപ്പം തന്നെ ഹീസുവിനെ വിളിക്കുന്നുണ്ട്. ഹീസു ആണെങ്കിൽ ഓൾറെഡി അപ്സെറ്റ് ആയതുകൊണ്ട് കോൾ ഒന്നും അറ്റൻഡ് ചെയ്യുന്നില്ല. അങ്കിള് വിളിച്ചിട്ടും ഇവൻ ഫോൺ എടുക്കുന്നില്ല. പിന്നീട് ഇവളാണെങ്കിൽ ഈ സ്റ്റോറിലേക്ക് വരുമ്പോൾ അവിടെ ഹീസു നിൽക്കുന്നുണ്ടായിരിക്കും. ഇവളാണെങ്കിലും ആദ്യം ഒരു സംഭവം കണ്ടുപിടിച്ചു, ആ തേർഡ് സ്റ്റോറിയിലെ ക്ലൂ ഇല്ലേ അതെനിക്ക് കിട്ടിപ്പോയെന്നൊക്കെ പറഞ്ഞു വളരെ കാര്യത്തിൽ ഇവൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചതെന്നൊക്കെ ഇവന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവനാണെങ്കിൽ ആ ഗുഡ് ജോബ് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവാണ്. ഇതെന്ത് പറ്റി ഈ എക്സ്പ്രഷൻ എന്ന് പറയുന്ന ഇവളാണെങ്കിൽ സിഗരറ്റ് വലിക്കുന്ന ഹീസുവിനോട് ആ സ്റ്റുഡൻസ് സിഗരറ്റ് വലിക്കാൻ പാടില്ല എന്ന് പറയുന്നതും അല്ല എത്രയും വലിയ കാര്യം കണ്ടുപിടിച്ചിട്ട് ഇയാൾക്കൊരു മൈൻഡും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ നന്നായി എന്ന് പറഞ്ഞില്ലേ എന്ന് പറഞ്ഞ് ഇവൻ വീണ്ടും മൈൻഡ് ചെയ്യാതെ പോവാണ്. ദേഷ്യം വരുന്ന ഇവളാണെങ്കിൽ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് കണ്ടുപിടിച്ചെന്നറിയോ, ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്തുകൂടെ എന്ന് പറഞ്ഞ് വായോ ഡ്രിങ്ക്സ് അടിക്കാൻ പോവാന്ന് പറഞ്ഞ് ഇവൻ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. ഈ ഒരു ഓപ്പറേഷനെ പറ്റി ചെയർവുമൺ അറിയായിരുന്നു. അവരെന്നെ ഉപയോഗിച്ചിട്ട് ഈ ക്ലൂ ഒക്കെ കണ്ടെത്താനാണ് ശ്രമിച്ചത്. ഞാനൊരു കളിപ്പാവ മാത്രമായിരുന്നു, ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല, എനിക്കിപ്പോൾ എല്ലാവരെയും സംശയമുണ്ട്, എനിക്ക് ആരെയും വിശ്വസിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇവൻ അപ്സെറ്റ് ആകുന്ന ടൈമിൽ ഓസു ആണെങ്കിലോ ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടിട്ട് ഇയാൾക്ക് ആശ്വാസം കിട്ടുമെന്നൊന്നും അറിയത്തില്ല, പക്ഷേ കൂടെയുള്ള എല്ലാവരും ഇങ്ങനെ അവിശ്വസിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നാളെ ഈ ചാരിനെ നമുക്ക് കണ്ടെത്താം, അപ്പോൾ ബാക്കിയുള്ള എല്ലാവരും ഇയാളുടെ കൂടെയാണെന്ന് മനസ്സിലാവുമല്ലോ, എന്തായാലും ഞാൻ ഇയാളുടെ കൂടെയാണെന്ന്
പറയുമ്പോൾ ഇത് കേട്ടിട്ട് ഇവന് ചിരി വരുന്നുണ്ട്. തിരിച്ചു പോകുന്ന ടൈമിൽ ഹോസു ആണെങ്കിൽ ഈ ഒരു ഓപ്പറേഷന്റെ ഭാഗമായിട്ട് ഇയാൾ എപ്പോഴും സ്കൂളിലാണല്ലോ, അപ്പോൾ ചെയർ വുമണിനെ ട്രാക്ക് ചെയ്തൂടെ, ഒരു GPS അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ആൾ എവിടേക്കൊക്കെ പോകുന്നു എന്ന് മനസ്സിലാക്കിയാലോ. അതുപോലെ ഈ ഫോൺ റെക്കോർഡൊക്കെ ഉപയോഗിച്ചിട്ട് അവരെന്താ സംസാരിക്കുന്നതെന്നും കേൾക്കാൻ പറ്റത്തില്ലേ, ഒരു NIC ഏജന്റിന് അതൊക്കെ ചെയ്യാൻ പറ്റത്തില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ പറ്റുമെന്ന് പറയുന്ന ഹീസു ആണെങ്കിൽ ഇതൊക്കെ തനിക്ക് എങ്ങനെ അറിയാമെന്നാണ് ചോദിക്കുന്നത്. ഞാനിതുപോലത്തെ ഒരുപാട് മൂവീസൊക്കെ കണ്ടിട്ടുണ്ടെന്ന് പറയുന്ന ഹോസു ആണെങ്കിൽ അല്ല ഇയാൾ എന്നോട് മാത്രമാണ് ഇങ്ങനെ കാഷ്വലായിട്ട് സംസാരിക്കാറെന്ന് അവിടെ ചോദിക്കുന്നുണ്ട്. അതായത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണല്ലോ ഹീസു ഹോസുവിനോട് സംസാരിക്കുന്നത്. അല്ല ഇതിപ്പോൾ നമ്മൾ സെയിം ഏജ് ആണല്ലോ, അപ്പം ഇങ്ങനെ കാഷ്വലായിട്ട് സംസാരിക്കാമല്ലോ എന്ന് ഹീസു പറയുന്ന ടൈമിൽ സെയിം ഏജ് ആണെന്ന് എങ്ങനെ മനസ്സിലായി എന്ന് ഇവൾ അവിടെ ചോദിക്കുന്നുണ്ട്. നമ്മൾ ഒരുമിച്ച് പഠിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഒരുമിച്ച് പഠിക്കേ എപ്പോൾ എന്ന് ചോദിക്കുന്ന ഇവളോട് സെക്കൻഡ് ഗ്രേഡിലായിരുന്നു എന്ന് പറയുന്ന ഇവൻ അല്ല ഞാൻ എന്ന് മുതലാടോ തൻ്റെ ഇനിമിയായി എന്ന് അവിടെ ചോദിക്കുമ്പോൾ ഇവളുടെ കിളി പോകുന്നുണ്ട് കേട്ടോ. അതായത് മുന്നേ ഇവനെ കണ്ട ടൈമിൽ തന്നെ പണ്ടത്തെ ആ കുട്ടിയായിട്ട് ഇവൾ താരതമ്യം ചെയ്തിരുന്നു, അതുപോലെ ഇവളെ പറ്റി സംസാരിച്ചിരുന്നു. ഇതൊക്കെ ആലോചിക്കുന്ന ഇവളാണെങ്കിൽ ആകെ വണ്ടടിച്ച് നിൽക്കുമ്പോൾ അതെ ഈ ബൊക്ചു എന്നുള്ള പേര് എന്തിനാ മാറ്റിയത്, എനിക്കതായിരുന്നു ഇഷ്ടം. പിന്നെ രണ്ടാമത്തെ കാര്യം അതുകൊണ്ട് ഞാൻ അവിടെയാണ് താമസിക്കുന്നതെന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ ഞെട്ടിയിട്ട് ചെറിയ ചീർന്ന ശബ്ദമൊക്കെ വരുന്നുണ്ട്. എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല, പക്ഷേ ഇതല്ലായിരുന്നല്ലോ പേര്, അപ്പൊ ഹീസങ് എന്നുള്ള പേരൊന്ന് ചോദിക്കുമ്പോൾ ഈ ഫീൽഡിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ യഥാർത്ഥ പേര് ഉപയോഗിക്കാൻ കഴിയില്ല എന്നിവനോട് പറയുന്നുണ്ട്. എന്തായാലും എന്നെ ബോക്ജോ എന്ന് വിളിക്കേണ്ട, അങ്ങനെ വിളിച്ചാൽ കൊല്ലുമെന്ന് ഇവള് പറയുമ്പോൾ പക്ഷേ ആ പേരായിരുന്നു നല്ല രസം എന്ന് പറയുന്ന ഇവനാണെങ്കിൽ ഇവളുടെ ഈ നോട്ടം കണ്ടിട്ട് വേണ്ട ഹോസു എന്ന് വിളിക്കാന്ന് അവിടെ പറയുന്നുണ്ട്. എന്നാൽ ഒറ്റയടിക്ക് ഇത്രയും സസ്പെൻസ് കിട്ടുമെന്ന് വിചാരിച്ചില്ലേ, ഇനി ഞാൻ അറിയാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് പറയുന്ന ഇവനാണെങ്കിൽ ബായിയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പോകുമ്പോൾ ഇവളാണെങ്കിലും അല്ല സെക്കൻഡ് ഗ്രേഡിൽ വെച്ചിട്ട് പെട്ടെന്നാണല്ലോ താൻ പോയത്, ഒരു യാത്ര പോലും പറഞ്ഞില്ല, പിന്നീട് അറിഞ്ഞു അച്ഛനെ കാണാതായി എന്നൊക്കെ, ഒരുപാട് വിഷമമായിട്ടുണ്ടായിരിക്കില്ല എന്നൊക്കെ പറയുന്ന ഇവളാണെങ്കിൽ ഇവനോട് ഈ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ നിന്നും പോകുന്നത്. എന്തായാലും ഇവളാണെങ്കിൽ ആ സ്റ്റെയറിന്റെ അവിടെ ഇരുന്നിട്ട് ഭയങ്കര ഹാപ്പി ആയിരിക്കും. കാരണം ഒരിക്കലും കണ്ടുമുട്ടില്ല എന്ന് വിചാരിച്ച ഒരാളെന്നെ ഇങ്ങനെ ഒരു രീതിയിൽ കണ്ടുമുട്ടിയില്ലോ, അതിന്റെ എല്ലാ ഹാപ്പിനെസ്സും ഇവളുടെ ഫേസിലുണ്ടാകും. എന്തായാലും ഹീസുവിന് അത്ര നല്ല ഹാപ്പി മൂഡൊന്നും ആയിരിക്കില്ല. ഇവനാണെങ്കിൽ ഒരു GPS കയ്യിൽ വെച്ചിരിക്കുന്ന ഒരു സീനൊക്കെയാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് ഡേ എനയാണെങ്കിൽ ക്ലാസ്സിലേക്ക് വരുന്നതും ഇവൾ ആലോചിക്കുന്നത് തലേ ദിവസം ഫംഗ്ഷൻ നടന്ന ടൈമിൽ ആ ഹെഡ്സെറ്റ് ബോയ്ക്ക് അച്ഛൻ നേരത്തെ കാണിച്ച ഒരു കാർഡ് ഉണ്ടല്ലോ ചെയർവുമൺ കൊടുത്തത്, അത് കൊടുക്കുന്നതും എന്തായാലും essay കോമ്പറ്റീഷന് നിനക്ക് തന്നെയായിരിക്കും ഫസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന ഒരു സീൻ ഇവൾ കണ്ടിരുന്നു. ഇവളാണെങ്കിൽ ഡൗട്ട് അടിച്ച് ഈ വൈസ് പ്രസിഡന്റിനോട് ഇവനെ പറ്റി ചോദിക്കുന്നതും തിരിച്ചു പോകുന്ന ടൈമിൽ എനയാണെങ്കിൽ യുജോങ് മറ്റു ഫ്രണ്ട്സുമായിട്ട് ചിരിച്ച് കളിച്ചു പോകുന്ന ഒരു സീൻ കാണുന്നുണ്ട്. ഇതേ ടൈമിൽ ഈ ഒരു കാർഡ് ഹെഡ്സെറ്റ് ബോയിൽ നിന്നും ഹോസുവിന് കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇത് എന്തായിരിക്കും എന്നൊക്കെ റിയോട് ചോദിക്കുന്ന ടൈമിൽ നിനക്ക് സംശയം ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്തിട്ട് അവന് തിരിച്ചു കൊടുത്താൽ മതി എന്ന് പറയുന്നുണ്ട്. അല്ല ഇത് ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ ഹോസ് ചോദിക്കുമ്പോൾ ഇപ്പോഴത്തെ പിള്ളേരൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല, ഇതെന്തെങ്കിലും അൺഎത്തിക്കലായിട്ടുള്ള കാര്യമാണെങ്കിലോ അതുകൊണ്ട് സംശയം ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്തിട്ട് തിരിച്ചു കൊടുത്താൽ മതിയെന്ന് റിയയും ആ ഫ്രണ്ടും അവിടെ പറയുന്നതും ഇതേ ടൈമിൽ ആ ഹെഡ്സെറ്റ് ബോയ് ആണെങ്കിൽ ഈ കാർഡിന് വേണ്ടിയിട്ട് സ്റ്റുഡന്റ് കൗൺസിൽ റൂമിൽ സെർച്ച് ചെയ്യുന്ന ടൈമിലാണ് അങ്ങോട്ട് ഞാൻ എത്തുന്നത്. ഇവനാണെങ്കിലും ഞാൻ ഇപ്പം ഇത്തിരി ബിസിയാണ്, പിന്നീട് സംസാരിക്കാമെന്ന് പറയുമ്പോൾ ഇന്നലത്തെ ഇവന്റിൽ നീയും നിന്റെ അച്ഛനും സംസാരിക്കുന്നത് ഞാൻ കേട്ടു എന്ന് ഇവൾ പറയുമ്പോൾ ഇവനങ്ങ് ഷോക്ക് ആകുന്നുണ്ട് കേട്ടോ. ഇതുവരെ നടക്കാത്ത സയൻസ് കോൺടെസ്റ്റിൽ ഫസ്റ്റ് പ്ലേസ് ആണെന്ന് നിന്റെ അച്ഛൻ പറഞ്ഞു, അതെങ്ങനെ നടക്കും, സയൻസ് കോൺടെസ്റ്റ് ഇതുവരെ നടന്നിട്ടില്ലല്ലോ, എന്താ സംഭവം, എനിക്ക് എല്ലാം അറിയണമെന്ന് ഇവൾ പറയുന്ന ടൈമിൽ ഇവനാണെങ്കിൽ ശരി നീ ചോദിച്ച സ്ഥിതിക്ക് എന്തായാലും നീ ഇത് അറിഞ്ഞിരിക്കണം എന്ന് അവിടെ പറയുന്നതും ആ സീൻ അവിടെ കട്ട് ചെയ്ത് ഹോസു ആണെങ്കിൽ ഈ കാർഡിന്റെ പിന്നിൽ ഒരു URL ഉണ്ടായിരിക്കും, അത് ചെക്ക് ചെയ്യുന്ന ടൈമിൽ വരാനിരിക്കുന്ന സെക്കൻഡ് സെമസ്റ്റർ എക്സാം, അതായത് നടന്നിട്ട് പോലും ഇല്ലാത്ത എക്സാമിൽ ഫസ്റ്റ് റാങ്ക് എനിക്കാണെന്ന് ഓൾറെഡി തന്നെ അവിടെ അങ്ങ് സബ്മിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് കാണുന്ന ഇവളുടെ കിളി പോകുന്നതും ഇത് മറ്റാരും ശ്രദ്ധിക്കുന്നതും അവിടെ കാണിക്കുന്നുണ്ട്. ഇതേ ടൈമിൽ ഈ പയ്യനാണെങ്കിൽ എനയോട് എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. അതായത് ഇതൊക്കെ മുന്നേ നടക്കാറുള്ളതാണ്, നിന്റെ അമ്മ മറ്റ് സ്റ്റുഡൻസിനോടും ഇത് ചെയ്യാൻ പറയാറുണ്ടെന്നൊക്കെ പറയുമ്പോൾ എന്തിന് ഇതിന്റെ ആവശ്യം എന്താ ഉള്ളതെന്ന് ചോദിക്കുന്ന എനയോട് അത് പിന്നെ മുതിർന്ന ആളുകൾ എന്തെങ്കിലുമൊക്കെ കരുതിയിട്ടുണ്ടായിരിക്കും ഇവൻ പറയുമ്പോൾ നിനക്ക് പറയാൻ പറ്റില്ലെങ്കിൽ ഞാൻ അമ്മയോട് നേരിട്ട് ചോദിച്ചോളാം എന്ന് പറഞ്ഞ് ഇവള് ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോകാൻ നോക്കുമ്പോൾ ഇവനാണെങ്കിൽ നീ നിന്റെ അമ്മയോട് പോയിട്ട് എന്ത് ചോദിക്കുമെന്ന, ഇത് വലിയ പ്രശ്നമാക്കാനാണോ, അങ്ങനെ നല്ല പിള്ളയൊന്നും ചമയേണ്ട, ഇതിന്ന് ഏറ്റവും കൂടുതൽ ഉപകാരങ്ങൾ നേടിയിട്ടുള്ളത് നീ തന്നെയാണ്, എല്ലാ എക്സാമിനും കോണ്ടെക്സ്റ്റിനും നീ എങ്ങനെ ഫസ്റ്റ് വരുന്നു എന്നാണ് വിചാരിച്ചത്, അത് നിന്റെ അമ്മ ഒറ്റൊരുത്തി കാരണമാണ്, നീ ശരിക്കും ഒരു ഡമ്മിയാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോൾ പാവം എന ശരിക്കും തകർന്നു പോകുന്നുണ്ട്. ഇതേ ടൈമിൽ ഹോസു ആ കാർഡ് നോക്കുന്നത് ആരോ ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞില്ലേ, ആള് ചെറുവുമണ്ണോട് വന്നിട്ട് ആ കാർഡ് ഹോസുവിന്റെ കയ്യിലുണ്ടെന്ന് പറയുന്നത്, പിന്നീട് ഇവളാണെങ്കിൽ തിരക്കിട്ട് ടെൻഷൻ അടിച്ച് ക്ലാസ്സിലേക്ക് പോകുമ്പോൾ അങ്ങോട്ട് വരുന്ന ചെറുവുമന്റെ മുന്നിൽ തന്നെ ഇവള് പെടുന്നുണ്ട്. കൊറിയൻ ഹിസ്റ്ററി പഠിപ്പിക്കുന്ന ഹോസു ടീച്ചറാണല്ലേ, അപ്പോൾ ഈ ഹിസ്റ്ററിയൊക്കെ നന്നായിട്ട് അറിയുന്നുണ്ടായിരിക്കും, അല്ല ഈ ജാപ്പനീസുകാര് ചൈനീസുകാരെ എങ്ങനെ തോൽപ്പിച്ചെന്ന്, ഇന്ന സമയത്ത് നടന്നൊരു യുദ്ധം ഓർമ്മയില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ആള് നൈസായിട്ട് ഇവളെ ഒന്ന് താക്കീത് ചെയ്യുന്നുണ്ട്. അതായത് അവർ ജയിച്ചത് ഈ ആൾബലം കൊണ്ടോ അല്ലെങ്കിൽ വെപ്പൺസ് കൊണ്ടൊക്കെ ആയിരുന്നില്ല, അവർ
അവർക്ക് നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ഉണ്ടായിരുന്നു. അതൊരിക്കലും അവർ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കമാൻഡേഴ്സ് പുറത്തിറക്കുന്ന എല്ലാ റൂൾസും അവർ അതുപോലെ തന്നെ ഫോളോ ചെയ്തിരുന്നു. ഈ യുദ്ധത്തിന്റെ ഇടയിലും പ്രാക്ടീസ് നടക്കുന്നതിന്റെ ഇടയിലൊന്നും വെള്ളം കുടിക്കാൻ പോലും അവർക്ക് അനുവാദം ഉണ്ടായിരുന്നില്ല. അങ്ങനെ റൂൾസ് ബ്രേക്ക് ചെയ്യുന്നവരെ അപ്പം തന്നെ ഷൂട്ട് ചെയ്തിരുന്നു. അത്രയ്ക്കും പവർ ആയിരുന്നു എന്ന് പറയുന്ന ചെയർവുമൺ ആണെങ്കിൽ, ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ, ഈ റൂൾസ് അതൊന്നും ബ്രേക്ക് ചെയ്യാൻ പാടില്ല, ഇനി ഒരുപാട് കാലം ഇവിടെ വർക്ക് ചെയ്യേണ്ടതല്ലേ എന്ന് പറഞ്ഞ് നൈസായിട്ട് താക്കീത് ചെയ്ത് അവിടെ നിന്നും പോകാൻ നോക്കുമ്പോൾ ഇവളാണെങ്കിൽ, അല്ല മാഡം, എന്നിട്ട് അവസാനം ഈ ജാപ്പനീസുകാർ തന്നെയാണല്ലേ വിജയിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഇവളാള് നിസ്സാരക്കാരിയല്ല എന്ന് ചെയർവുമണിന് മനസ്സിലാകുന്നുണ്ട്. ഇവളാണെങ്കിലും ഇത്രയും വലിയ ഡയലോഗ് അടിച്ചിട്ട് നേരെ പോയി ടെൻഷൻ അടിക്കുന്നതാണ് കാണിക്കുന്നത്. നീ എന്തിനാ അങ്ങനെയൊക്കെ സംസാരിച്ചത്, ആരോട് സംസാരിച്ചെന്ന് അറിയോ എന്നൊക്കെ പറഞ്ഞ് ഇവൾ അങ്ങ് ടെൻഷൻ അടിക്കുന്നുണ്ട്. സ്കൂളിൽ എത്തുന്ന ഹീസു ആണെങ്കിലും GPS ചെയർവുമണിന്റെ കാറിൽ ഘടിപ്പിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഹീസുവിനെ മീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടായ കാര്യങ്ങളൊക്കെ ഇവന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഓൾറെഡി പഠിക്കുന്ന കുട്ടികൾ അവർ ശരിക്കും ചീറ്റ് ചെയ്യല്ലേ ചെയ്യുന്നത്, ഇതിപ്പോൾ റിസൾട്ടൊക്കെ ഓൾറെഡി തന്നെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു, ഇത് പുറത്തേക്ക് കൊണ്ടുവരണം, ഇതിന്റെ പിന്നിൽ ആരൊക്കെയുള്ളതെന്ന് കണ്ടുപിടിക്കണം, അതുപോലെ എനിക്ക് ഫുൾ ടൈം ടീച്ചർ ആയില്ലെങ്കിലും കുഴപ്പമില്ല എന്നൊക്കെ പറയുന്ന ഇവളാണെങ്കിൽ, നീ എന്നെ ഹെൽപ്പ് ചെയ്യില്ലെന്ന് ചോദിക്കുമ്പോൾ ഹീസു ആണെങ്കിലും, അതെ ഇപ്പോൾ ഓൾറെഡി തന്നെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്ത് തീർക്കാനുണ്ട്, അതിൻ്റെ ഇടയിൽ ഇതുകൂടി ഏറ്റെടുക്കാൻ വയ്യ, അതുകൊണ്ട് നീ എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ്സ് ഓക്കെ എന്ന് ഇവളും പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ തിരിച്ചു പോകുന്ന ഇവനാണെങ്കിൽ GPS ചെക്ക് ചെയ്യുന്നതും ലൈബ്രറിയിൽ യുജോങ് ഇരുന്ന് പഠിക്കുന്നത് കാണുമ്പോൾ ഇവനാണെങ്കിൽ നൈസായിട്ടൊരു ഡ്രിങ്ക് ആയിട്ട് അങ്ങോട്ട് എത്തുന്നുണ്ട്. ഇത് കാണുമ്പോൾ ഒരു റൊമാൻറ്റിക് മൂവി പോലെ തോന്നുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ, നന്നായി, ഇനി ഇത് ആവർത്തിക്കേണ്ട എന്ന് പറയുന്ന അനിയത്തിയാണെങ്കിൽ ഇങ്ങനെ പഠിക്കുന്നത് കാണുമ്പോൾ, അല്ല എക്സാം വരാൻ ഇനി കുറേ ടൈമില്ലേ, ഇതെന്തിനിങ്ങനെ ചത്തിരുന്ന് പഠിക്കുന്നതെന്ന് ചോദിക്കുന്ന ചേട്ടനോട്, അതുകൊള്ളാം, ഒരു മാത്സ് കോമ്പറ്റീഷൻ വരുന്നുണ്ട്, എനിക്ക് എന്നേക്കാൾ നല്ല മാർക്കുണ്ട് ഈ മാത്സിലൊക്കെ, അതുകൊണ്ട് തന്നെ എനിക്കിതിൽ വിൻ ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുന്നതും, അല്ല ഇതിൽ വിൻ ചെയ്താൽ വല്ല ഉപകാരം ഉണ്ടോ എന്ന് ചോദിക്കുന്ന ചേട്ടനോട്, അതുകൊള്ളാം, കോളേജിലേക്ക് പോകാൻ ഇതൊക്കെ മെറിറ്റ് മാർക്കായിട്ട് വരത്തില്ലേ, എനിക്ക് അതല്ലേ ലക്ഷ്യം, എനിക്ക് ചേട്ടനെയും അച്ഛനെയൊക്കെ പോലെ ഒരു NIC ഏജന്റ് ആകണം, അതിനുവേണ്ടി ഞാൻ നന്നായി പഠിക്കും എന്നൊക്കെ പറയുമ്പോൾ ഇവനങ്ങ് ശരിക്കും വിഷമം വരുന്നുണ്ട്. അതായത് നേരത്തെ ഹോസ് ഇവനോട് പറഞ്ഞിരുന്നു കഷ്ടപ്പെട്ട് പഠിക്കുന്ന പിള്ളേരുടെ അവസ്ഥ എന്താന്ന്, കാരണം ഇവർ പോലും അറിയുന്നില്ല ഇവർ ചതിക്കപ്പെടുകയാണെന്ന്. അതൊക്കെ ആലോചിക്കുന്ന ഇവനാണെങ്കിൽ ഈ അനീതിയുടെ എഫേർട്ട് കൂടി കാണുമ്പോൾ അങ്ങ് വിഷമമാകുന്നുണ്ട്. അച്ഛൻ വിളിച്ചിരുന്നു, അച്ഛൻ ചേട്ടൻ ഫോൺ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, എന്ത് പ്രശ്നം, ഞാൻ കുറച്ച് അപ്സെറ്റ് ആണ്, എൻ്റെ മൈൻഡ് ഓക്കെ അല്ല എന്ന് പറയുന്ന ഹീസുവിനോട്, ഓവർ തിങ്കിങ് ആയിരിക്കും, അതെപ്പോഴും ഉണ്ടല്ലോ, അതെ ഇങ്ങനെ ഓവർ തിങ്കിങ് ഒന്നും വേണ്ട, നമുക്കൊരു സാധാരണ ഒരു സിമ്പിൾ ലൈഫ് അങ്ങ് ജീവിച്ചാൽ മതി എന്ന് പറഞ്ഞ് അച്ഛനെ വിളിക്കണേന്ന് പറഞ്ഞിട്ടാണ് അനിയത്തി അവിടെ നിന്നും പോകുന്നത്. പിന്നീട് ഇവിടെ അച്ഛന് മെസ്സേജ് അയക്കുന്നുണ്ട്, ചേട്ടന് കുഴപ്പമൊന്നുമില്ല, ആളുടെ മൈൻഡ് ഓക്കെ അല്ല, അതുകൊണ്ടാണ് കോൾ എടുക്കാഞ്ഞെന്ന് പറഞ്ഞ്. ഇത് കാണുമ്പോൾ സീനിയർക്കാകെ ടെൻഷൻ അടിക്കുന്നുണ്ട്. നൈറ്റ് ടൈമിൽ ഹോസു ആണെങ്കിൽ ചെക്ക് ചെയ്യുമ്പോൾ ഹീസു ക്ലാസ്സിൽ ഉണ്ടായിരിക്കില്ല, ഇതവൾ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നീട് ഓഫീസിലേക്ക് വരുന്ന ഇവളാണെങ്കിൽ ഇതിനെപ്പറ്റി അന്വേഷിക്കണം എന്നൊക്കെ ആലോചിച്ച് ആകെ കൺഫ്യൂഷൻ അടിക്കുന്ന ടൈമിൽ ഡൂമിന്റെ ഗ്രാൻഡ് മാ ഹീസുവിന് ഒരു നോട്ട് കൊടുത്തിരുന്നു. അത് ഹീസു ആണെങ്കിൽ ഹോസുവിനും കൊടുത്തിരുന്നു. എന്നിട്ട് റൈറ്റ് ആയിട്ടുള്ള കാര്യം ചെയ്യണം എന്നൊക്കെ പറഞ്ഞല്ലോ. ഇത് ആലോചിച്ചെടുക്കുന്ന ഹോസു ആണെങ്കിലും രണ്ടും കൽപ്പിച്ച് ഈ കാര്യത്തെ പറ്റി അന്വേഷിക്കാൻ അങ്ങ് തീരുമാനിക്കുകയാണ്. ഇവളാണെങ്കിൽ സ്റ്റോറേജ് റൂമിൽ നിന്നും കുറെ വർഷങ്ങളായി നടത്തിയിട്ടുള്ള എക്സാം പേപ്പറുകൾ, ഷീറ്റുകൾ അതൊക്കെ കളക്ട് ചെയ്യുന്നതും ഇതൊക്കെ ചെക്ക് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു സീൻ അവിടെ കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് സീനിലെ ഈ ഹെഡ്സെറ്റിന്റെ ബോയും അച്ഛനും ചെയർവുമണിനെ കാണുന്നതും, ഹെഡ്സെറ്റ് ബോയ് ആണെങ്കിൽ ഓസു ടീച്ചറുടെ കയ്യിൽ കിട്ടിയെന്നോ, അങ്ങനെയാണെങ്കിൽ അവരെന്തായാലും അതിനെപ്പറ്റി അന്വേഷിക്കുന്നു പറയുമ്പോൾ അച്ഛനാണെങ്കിലോ, നീ കെയർലെസ് ആയി പെരുമാറിയത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചെന്ന് പറഞ്ഞു മകനെ ചീത്ത പറയുന്നതും, ഓസു ആണെങ്കിലോ നേരത്തെ ആ ലിങ്ക് ഉപയോഗിച്ച് സൈറ്റിൽ കയറാൻ നോക്കുമ്പോൾ സൈറ്റ് അവൈലബിൾ ആകുന്നില്ല. ചെയർവുമൺ ആണെങ്കിലോ ഓസുവിനെ പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട, കാരണം ഞാൻ ഇതിന്റെ URL ചേഞ്ച് ചെയ്തു എന്ന് പറയുന്നതും, അതുകൊണ്ടാണ് ഇപ്പോൾ ഇവൾക്ക് സൈറ്റ് അവൈലബിൾ ആയിട്ട് കിട്ടാത്തത്. മറ്റാർക്കെങ്കിലും ഇതിനെപ്പറ്റി അറിയുമെന്ന് ചെയർവുമൺ ചോദിക്കുന്ന ടൈമിൽ എനിക്കറിയാമെന്ന് പറയുന്നതും ആളുടെ ഫേസ് അങ്ങ് മാറുന്നുണ്ട്. മകൾ ഇതാവുന്നതിനുള്ള എല്ലാ ടെൻഷനും അമ്മയുടെ ഫേസിൽ കാണാം. അച്ഛനാണെങ്കിൽ നീ എന്തിനാ അവളോട് ഇതിനെപ്പറ്റി പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ, അത് കൊള്ളാം, അവൾ ഇങ്ങോട്ട് ഡൗട്ട് ചോദിച്ചു വന്നതാ, പിന്നെ എന്തായാലും അവൾ അറിയേണ്ടതല്ലേ, അല്ലെങ്കിൽ തന്നെ അവൾക്ക് ഭയങ്കര അഹങ്കാരാണ്, അവൾ വലിയ പഠിപ്പിയാണ്, പഠിച്ചിട്ട് ഈ മാർക്ക് കിട്ടിയെന്നൊക്കെയാണ് അവളുടെ വിചാരം എന്നൊക്കെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ചെയർവുമൺ അത്ര ഇഷ്ടമാകുന്നില്ല. അവളുടെ സ്വഭാവം അത്രയ്ക്ക് മോശമാണോ എന്ന് നമ്മൾ ചോദിക്കുന്ന ടൈമിൽ ഹെഡ്സെറ്റ് ബോയ് ആണെങ്കിൽ, നിങ്ങളുടെ മകളൊക്കെ ആയിരിക്കാം, പക്ഷെ ഭയങ്കര അഹങ്കാരിയാണ്, വലിയ ജാടയാണെന്നൊക്കെ പറഞ്ഞ് ഇവളെ പറ്റി മോശമായി സംസാരിക്കുമ്പോൾ അച്ഛനാണെങ്കിൽ ദേഷ്യത്തിൽ ഇവൻ അവിടെ നിന്ന് ഗെറ്റ് ഔട്ട് അടിക്കുന്നുണ്ട്. മകൻ പറഞ്ഞതിനൊക്കെ സോറി പറയുന്ന അച്ഛനാണെങ്കിൽ, എഡ്യൂക്കേഷൻ സിറ്റിയുടെ പ്രൊജക്ട് എങ്ങനെ പോകുന്നു, അല്ല ഫണ്ട് ഇല്ലാത്ത കാരണം ഡിലേ ആകുന്നതാണെന്നൊക്കെ ഒരു റൂമർ കേട്ടു, ശരിയാണോ, അല്ല ഞങ്ങൾ ഇതിന്റെ ഭാഗമൊക്കെ ആണല്ലോ എന്ന് പറഞ്ഞ് ടെൻഷൻ പങ്കുവെക്കുന്ന ടൈമിൽ ചെയർവുമൺ ആണെങ്കിൽ, നിങ്ങൾ അതിനെപ്പറ്റി അറിയേണ്ട ആവശ്യമൊന്നുമില്ല, ഇതുവരെ ഞാൻ നിങ്ങളെ ആരെയും അങ്ങനെ സങ്കടപ്പെടുത്തിയിട്ടില്ലല്ലോ, ഇതിലൂടെ എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കൊക്കെയാണ് ഉപകാരപ്പെടാൻ പോകുന്നതെന്ന് പറഞ്ഞ്
ഇത്രയ്ക്ക് എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് ചെയർവുമൺ അവിടെ അവസാനിപ്പിക്കുന്നുണ്ട്. കാരണം ഗോൾഡ് ബാർ കിട്ടിയാലല്ലേ ഫണ്ട് കിട്ടത്തുള്ളൂ, ഇത്രയൊക്കെയല്ലേ പറയാൻ പറ്റുള്ളൂ. എന്തായാലും ആ ടേബിളിന്റെ അടിയിൽ വെച്ചിട്ടുള്ള വോയിസ് റെക്കോർഡ് വഴി പുറത്തുള്ള ഹീസു ആണെങ്കിൽ ഇതൊക്കെ കേൾക്കുന്നുണ്ട്. അല്ല, ആ ഹോസു ടീച്ചർ ആള് പ്രശ്നം ഉണ്ടാക്കുമെന്ന് ഈ അച്ഛൻ ചോദിക്കുന്ന ടൈമിൽ ചെയർവുമൺ ആണെങ്കിലും ആളെ പറ്റി ടെൻഷൻ അടിക്കേണ്ട, ഒരു പാഠം അവളെ പഠിപ്പിക്കാന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന ഹീസു ആണെങ്കിൽ ടെൻഷൻ അടിച്ച് ഇവളെ വിളിക്കുന്നുണ്ട്. ഇവള് സ്കൂളിലുണ്ടെന്ന് അറിയുമ്പോൾ ഇവൻ അപ്പോൾ തന്നെ അവിടെ നിന്നും പുറപ്പെടുന്നുണ്ട്. ചെയർവുമൺ ആണെങ്കിലും ഈ ഹെഡ്സെറ്റ് ബോയുള്ള ആ ഒരു മെൻസ് ടോയ്ലറ്റിലേക്ക് പോകുന്നതും ചെയർവുമണിനെ അവിടെ കാണുമ്പോൾ ഇവൻ പെട്ടെന്നൊന്ന് പേടിക്കുന്നുണ്ട്. ഇവളാണെങ്കിലും നന്നായി തന്നെ അവൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പുറത്ത് പ്രിൻസിയായി നിർത്തിയിട്ടുണ്ടായിരിക്കും. സോറി, ഞാൻ എന്നോട് ഇനി പറയത്തില്ല എന്ന് പറയുമ്പോൾ അതിന് വേണ്ടിയിട്ടല്ല മോനെ നിന്നെ അടിച്ചത്, നിനക്ക് മുതിർന്നവരോട് എങ്ങനെ സംസാരിക്കണം എന്ന് അറിയില്ല എന്ന് പറഞ്ഞ് എല്ലാം ചേർത്ത് കണക്കിന് കൊടുത്തിട്ടാണ് ആൾ അവിടെ നിന്നും പോകുന്നത്. സ്കൂളിൽ എത്തുന്ന ഹീസു ആണെങ്കിൽ ഓസു റാങ്കിന്റെ തിരുമറിയൊക്കെ ആയിരിക്കും ചെക്ക് ചെയ്യുന്നത്. ഇത് കാണുന്ന ഇവനാണെങ്കിൽ നീ ഇതുവരെ ഇത് വിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാനിത് വിട്ട ഇതിനെപ്പറ്റി മറ്റാരും അന്വേഷിക്കില്ല എന്ന് പറയുന്ന ഓസുവിനോട് തനിക്കൊരു ഫുൾ ടൈം ടീച്ചർ ആവണമെന്നല്ലേ ആഗ്രഹം, ഇതുമായിട്ട് മുന്നോട്ട് പോയാൽ അതിന് പറ്റുമെന്ന് തോന്നുന്നുണ്ടോ എന്നാണ് ഇവൻ അവിടെ ചോദിക്കുന്നത്. അപ്പോൾ ഇവളാണെങ്കിലും അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ അപ്പോഴാണ് ഒരാൾ പറഞ്ഞ കാര്യം എനിക്ക് ഓർമ്മ വന്നേന്ന് പറഞ്ഞ് ഇവൻ കൊടുത്ത ഒരു നോട്ട് ഉണ്ടല്ലോ അത് ഇവനെ തന്നെ കാണിച്ചു കൊടുക്കുന്നതും ഇവനാണെങ്കിൽ ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇവിടെ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. ഹോസു ആണെങ്കിലും മറ്റൊരു കാര്യം കൂടി ഉണ്ടെന്ന് പറഞ്ഞ് എപ്പോഴും കാണിക്കാറുള്ള ഒരു പാസ്റ്റ് സീൻ ഉണ്ടല്ലോ അതവിടെ കാണിക്കുന്നുണ്ട്. അതായത് ആ ഹെഡ്സെറ്റ് ഗേളുമായിട്ട് ഇവിടെ നല്ല കൂട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ ആ സ്കൂളിൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നു എന്ന് പറഞ്ഞ് കുറ്റം മൊത്തം ഈ ഒരു കുട്ടിയുടെ മേത്താണ് വരുന്നത്. ഇവളാണെങ്കിലും ഇന്നസെന്റ് ആയ പെൺകുട്ടിയെ രക്ഷിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അതിന് കഴിയുന്നില്ല. ഒരു പാർട്ട് ടൈം ടീച്ചർ ആയതുകൊണ്ടുള്ള പരിമിതികൾ അന്നാണ് ഞാൻ ആദ്യമായിട്ട് മനസ്സിലാക്കിയത്. ജസ്റ്റിസ് നടപ്പിലാക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ അതിനുള്ളൊരു അധികാരം വേണം, ഒരു വാലിഡിറ്റി വേണം. അതുകൊണ്ടാണ് ഒരു ഫുൾ ടൈം ടീച്ചറായിട്ട് വർക്ക് ചെയ്യണമെന്ന് ഞാൻ നന്നായി ആഗ്രഹിക്കുന്നത്. പിന്നെ ഇയാൾ പറഞ്ഞതുപോലെ ഇതുമായി മുന്നോട്ട് പോയാൽ അങ്ങനെ ഒരു ഫുൾ ടൈം ടീച്ചർ ആകാൻ പറ്റത്തില്ല, ചിലപ്പോൾ എന്നെ ഇവർ ഇവിടുന്ന് ഫയർ ചെയ്തിരിക്കും. പക്ഷേ ഇപ്പോൾ അതിനേക്കാൾ ഉപരി എൻ്റെ സ്റ്റുഡൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ എൻ്റെ എത്തിക്സ് ആണ് ഇവിടെ നോക്കുന്നതെന്നൊക്കെ പറയുന്ന ഇവളാണെങ്കിലും താൻ ടെൻഷൻ അടിക്കേണ്ട, താൻ എന്നെ ഹെൽപ്പ് ചെയ്യുന്നു വേണ്ടാട്ടോ എന്ന് പറയുമ്പോൾ ചെയർവുമണിനെ താൻ ഈ ഒരു കേസ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന കാര്യം അറിയാമെന്ന് പറയുന്ന ഹീസുവിനോട് അതിനെന്താ എനിക്ക് പേടിയൊന്നും ഇല്ല എന്ന് ഇവള് പറയുമ്പോൾ എന്തായാലും ഇവിടെ ഇരുന്നിട്ട് ഇത് സെർച്ച് ചെയ്യേണ്ട, മറ്റൊരു സേഫ് പ്ലേസ് ഉണ്ട് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് ഇവൻ അവിടെ നിന്നും പോകുമ്പോൾ താൻ എന്നെ ഹെൽപ്പ് ചെയ്യാണോ എന്ന് ഇവളവിടെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഹീസു ആണെങ്കിൽ നേരെ ഇവന്റെ വീട്ടിലേക്കാണ് ഇവളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഇവിടെ സേഫ് ആയിരിക്കും എന്ന് പറയുന്നത് പിന്നീട് ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യുന്നത്. അതായത് കഴിഞ്ഞ 10 വർഷത്തെ എക്സാം ഷീറ്റുകളും അതുപോലെ നടത്തിയിട്ടുള്ള പ്രൊജക്ടിന്റെ ഒക്കെ പേപ്പേഴ്സ് ഇവർ നോക്കുന്നുണ്ട്. ആ സൈറ്റ് ഇപ്പൊ അവൈലബിൾ അല്ല, അവരിത് അറിഞ്ഞിട്ട് തന്നെ ബ്ലോക്ക് ചെയ്തതായിരിക്കണം. എന്തായാലും ഈ ഒരു കാര്യം തെളിയിക്കണമെങ്കിൽ നമുക്കൊരു പ്രൂഫ് വേണമല്ലോ, അതുകൊണ്ട് ഇത്രയും പേപ്പേഴ്സ് ചെക്ക് ചെയ്യേണ്ടി വരും എന്ന് പറയുന്ന ഹോസു ആണെങ്കിലും സംശയമുള്ള കുറച്ച് കുട്ടികളുടെ ഡീറ്റെയിൽസ് എടുത്തിട്ടുണ്ട്. ഇനി ആ ഫംഗ്ഷന് വന്ന പാരന്റ്സിന്റെ ഡീറ്റെയിൽസ് നോക്കി ബാക്കിയുള്ള കുട്ടികളുടെയും ഒരു ഇൻഫർമേഷൻസ് എടുക്കാം, എന്നിട്ട് അവരുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇതിനുള്ളൊരു ഉത്തരം കിട്ടുമെന്ന് പറയുന്നതും ഇവർ ആ വീഡിയോ ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹീസുവിന്റെയും ഹോസുവിന്റെയും ഭാഗം വരുന്ന ടൈമിൽ ഇവർക്ക് ചെറുതായിട്ടൊരു ചളുപ്പൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ആ ടൈമിൽ ഇവൾക്ക് വിശക്കുന്നതും ഇവനാണെങ്കിൽ പിസയൊക്കെ ഓർഡർ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഫുഡ് കഴിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഇവൾ ഉറങ്ങിപ്പോകുമ്പോൾ ഇവനാണെങ്കിലും ഇവൾക്കൊരു ബ്ലാങ്കറ്റ് ഒക്കെ എടുത്ത് ഇവളെ സെറ്റാക്കി അവിടെ ഇരുത്തുന്നുണ്ട്. പിന്നീട് ഇവൻ കുറച്ചു നേരം ചെക്ക് ചെയ്യുന്നുണ്ട്. ഇവൻ ഉറങ്ങുന്ന ടൈമിൽ എണീക്കുന്ന ഓസു ആണെങ്കിലും ആ ഒരു പുതപ്പ് ഇവനിട്ട് കൊടുക്കുന്നതും അതിനുശേഷം ഇവൻ ഇങ്ങനെ ക്ലോസ് ആയിട്ട് നിരീക്ഷിക്കുന്നുണ്ട്. പെട്ടെന്ന് ഇവൻ എണീക്കുമ്പോൾ ഒന്നും അറിയാത്ത പോലെ അല്ല കിടന്നോളൂ ഞാൻ നോക്കാമെന്നൊക്കെ ഇവള് പറയുന്നുണ്ട്. അങ്ങനെ നെക്സ്റ്റ് ഡേ ആകുമ്പോൾ ഇവർ അത്യാവശ്യം ഈ സസ്പെക്റ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസിന്റെയും പാരന്റ്സിന്റെയും ഒക്കെ ഡീറ്റെയിൽസ് എടുക്കുന്നുണ്ട്. താൻ കാരണം എനിക്കൊരു ഉപകാരം ഉണ്ടായി, അതായത് ഈ ഗോൾഡ് ബാറുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എഡ്യൂക്കേഷൻ സിറ്റിയെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് കിട്ടി. ആ ഒരു ഗോൾഡ് ബാർ കിട്ടാത്തത് കൊണ്ട് തന്നെ ആ ഒരു പ്രൊജക്ട് ഇപ്പോൾ ഡിലേ ആണ്. ഈ NICയിലെ ചാരനുണ്ടല്ലോ ആളും ഈ ഒരു പ്രൊജക്ട് നടക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നൊക്കെ പറയുമ്പോൾ ഇവളാണെങ്കിലും ആ ഒരു പ്രൊജക്ടിന് ഇങ്ങനെ ഒരു സൈഡ് ഉണ്ടായിരിക്കുന്നു ഞാൻ വിചാരിച്ചില്ല, എങ്ങനെയെങ്കിലും അത് സ്റ്റോപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഇന്നസെന്റ് ആയിട്ടുള്ള ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള സ്റ്റുഡൻസിന്റെ കാര്യം വളരെ മോശമായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെ സ്റ്റോപ്പ് ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് പറയുന്ന ഹീസു ആണെങ്കിൽ പിന്നീട് NICയിലേക്ക് ചെല്ലുന്നതും ഓഫീസിലാണെങ്കിൽ ഹ്യൂനി ലേഡി സ്റ്റാഫിനെ തന്നെ ഇങ്ങനെ നോക്കുകയാണ്. ഇത് മനസ്സിലാക്കുന്ന ലേഡി സ്റ്റാഫ് ആണെങ്കിൽ നോക്കി നോക്കി എന്നെ എങ്ങനെ ഇല്ലാതെ ആക്കുമെന്ന് ചോദിക്കുന്നതും അല്ല മേഡം പറഞ്ഞല്ലോ ഒരാൾ സെറ്റാണെന്ന്, അപ്പോൾ കഴിഞ്ഞ സമ്മറിൽ ബോയ് ഫ്രണ്ട് ആയിട്ട് ബ്രേക്കപ്പ് ആയതും ഇവിടെ കരഞ്ഞതൊക്കെ ഓർമ്മയുണ്ട്, അപ്പം അതെന്താ സംഭവം എന്ന് ചോദിക്കുമ്പോൾ ഒന്ന് പതറുന്ന ലേഡി സ്റ്റാഫ് ആണെങ്കിൽ ഞങ്ങൾ വീണ്ടും സെറ്റായി എന്നൊക്കെ പറയുന്നതും അതായത് കള്ളത്തരായിരിക്കണം. എന്തായാലും അങ്ങോട്ട് കയറി വരുന്ന ഹീസുവിനെ കാണുമ്പോൾ എത്ര ദിവസമായി വിളിക്കുന്നു, എന്താ മെസ്സേജിനൊന്നും റിപ്ലൈ തരാത്തെന്ന് ചോദിക്കുന്ന ലേഡി സ്റ്റാഫും ഇവനും ഒരുമിച്ച് ഞങ്ങൾ വെറീഡ് ആയിരുന്നു എന്ന് പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഹ്യൂനാണെങ്കിൽ കൊള്ളാലോ നല്ല സിങ്ക് ഉണ്ടല്ലോ എന്നാണ് പറയുന്നത്. പിന്നീട് ഈ ഒരു പ്രൊജക്ടിനെ പറ്റിയും ഈ റാങ്കിന്റെ തിരിമറിയെ പറ്റിയൊക്കെ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇത് എഡ്യൂക്കേഷൻ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ടതാണ്, നമുക്കിത് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം എന്നൊക്കെ പറയുന്ന ടൈമിലാണ് അങ്കിൾ അങ്ങോട്ട് വരുന്നതും
ഇത്രയും ദിവസം ഫോൺ വിളിച്ചിട്ട് നീ എന്താ എടുക്കാഞ്ഞെന്ന് ചോദിച്ച് ചീത്ത പറയുന്ന അങ്കിളിനോട് ഇവൻ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്കിളാണെങ്കിൽ നിന്റെ മിഷൻ എന്താണെന്ന് നീ മറന്നുപോയോ? സ്കൂളിലെ റാങ്കിന്റെ തിരിമറിയോ അങ്ങനെ എന്ത് വേണമെങ്കിലും നടന്നോട്ടെ, അതൊന്നും നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. ഗോൾഡ് ബാർ കണ്ടെത്തുക, അതാണ് നമ്മുടെ ലക്ഷ്യം. അല്ലെങ്കിൽ തന്നെ ഇതും നീയുമായിട്ട് എന്താ ബന്ധമുള്ളതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് യുജോങ്ങിനെ ഹേർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണെന്ന് പറയുന്നതും, അപ്പോൾ ഇത് കേൾക്കുന്ന സീനിയർ ആണെങ്കിൽ നമ്മുടെ മിഷൻ ഗോൾഡ് ബാർ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്, അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക, അതാണ് നമ്മുടെ ലക്ഷ്യം. ഞാനിപ്പോൾ യുജോങ്ങിന്റെ ഫാദർ ആയിട്ടല്ല, പകരം NICയിൽ ഒരു സീനിയർ ഓഫീസർ ആയിട്ടാണ് സംസാരിക്കുന്നതെന്നൊക്കെ അങ്കിൾ പറയുന്ന ടൈമിൽ ഇവനാണെങ്കിലും ഈ ഗോൾഡ് ബാറിനെ പറ്റി ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ, അങ്കിൾ എന്താ ഇതിൽ ഇത്രയ്ക്കും ഒബ്സസ്ഡ് ആയിട്ടുള്ളതെന്നാണ് ചോദിക്കുന്നത്. ഇത് കേൾക്കുന്ന അങ്കിളാണെങ്കിൽ കാരണം അതാണ് നമ്മുടെ പ്രൊജക്റ്റ്, ആ ഒരു പ്രൊജക്റ്റിലാണ് നമ്മുടെ ടീം തന്നെ നിലനിൽക്കുന്നതെന്നൊക്കെ പറയുന്നതും ആ ടൈമിൽ അങ്ങോട്ട് ഡയറക്ടർ കയറി വരുന്നുണ്ട്. ഈ ടൈമിൽ നീ സ്കൂളിലല്ലേ ഉണ്ടാവാറ്, ഇതെന്താ സംഭവം എന്ന് ചോദിക്കുന്നതും ഇവനാണെങ്കിൽ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്ന ടൈമിൽ സമ്മറി ചെയ്തിട്ട് ഒരു ഫയൽ തരാൻ പറയുന്നുണ്ട്. ഞാൻ എന്തായാലും നോക്കിക്കോളാം ഡയറക്ടർ അവിടെ പറയുന്നുണ്ട്. ഈ സീൻ അവിടെ കട്ട് ചെയ്ത് ഇതേ ടൈമിൽ തന്നെ ആ ഒരു ചാരന്റെ കോള് ചെയർവുമണ് വരുന്നതും ഈയിടെയായിട്ട് ഹീസു അവന്റെ ലൈൻ ക്രോസ് ചെയ്യുന്നുണ്ടെന്ന് പറയുമ്പോൾ മറുവശത്തുള്ള ആൾ എന്തോ പറയുന്നത് കേട്ട് അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ലെന്ന് ചെയർവുമൺ അവിടെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ക്ലാസ്സിലിരിക്കുന്ന ഹീസുവിന് ഒരു ടെക്സ്റ്റ് മെസ്സേജ് വരുന്നത്, മെസ്സേജ് വായിക്കുന്ന ഇവൻ ആകെ അപ്സെറ്റ് ആകുന്നുണ്ട്. അതായത് ഈ ഒരു മിഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണെന്നും ഇവനോട് എത്രയും പെട്ടെന്ന് ഓഫീസിലേക്ക് തിരിച്ചു വരാൻ പറഞ്ഞിട്ടായിരിക്കാം മെസ്സേജ്. ഇത് ഓസുവിന് കാണിക്കുമ്പോൾ ഇനി എന്താ ചെയ്യുക, ഇവിടെ നിന്നാലല്ലേ ചെയർവുമണിനെ ഒന്ന് നിരീക്ഷിക്കാനൊക്കെ കഴിയത്തുള്ളൂ, ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെയെന്ന് ചോദിക്കുന്ന ഓസുവിനോട് ഞാൻ ഈ മാർക്കിന്റെ തിരിമറിയെ പറ്റിയിട്ട് NICയിൽ പറഞ്ഞപ്പോഴേക്കും കണ്ടില്ലേ ഇതാണ് ഉണ്ടായത്, എൻ്റെ ടീം മെമ്പേഴ്സിനും സീനിയറിനും ഡയറക്ടർക്കുമാണ് ഈ കാര്യം അറിയാവുന്നത്, അവരിൽ ഒരാളായിരിക്കും ചെയർവുമണിനെ ഇതിനെപ്പറ്റി പറഞ്ഞത്. സോ ഈ മാർക്കിന്റെ കാര്യം അന്വേഷിക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് എന്നെ ഇവിടെ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഇത് പറഞ്ഞു കൊടുത്തത് ചെയർവുമൺ തന്നെയായിരിക്കും എന്ന് പറയുമ്പോൾ അപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്ന ഓസുവിനോട് എനിക്കിവിടെ നിന്നേ പറ്റൂ, അങ്ങനെയാണെങ്കിൽ ഗോൾഡ് ബാർ കണ്ടുപിടിക്കാനും ഈ മാർക്കിന്റെ ഈ ഒരു തിരിമറിയെ പറ്റിയിട്ടും അന്വേഷിക്കാനും കഴിയുള്ളൂ, അതിന് ഒരു വഴിയുണ്ടെന്ന് പറയുമ്പോൾ എന്ത് വഴിയെന്ന് ചോദിക്കുന്ന ഓസുവിനോട് നടക്കുമെന്ന് അറിയത്തില്ല, പക്ഷെ ഒന്ന് എറിഞ്ഞു നോക്കാം, അതായത് ഗോൾഡ് ബാർ എവിടെയുണ്ടെന്ന് ഞാൻ അറിഞ്ഞുവെന്ന് വരുത്തി തീർക്കുകയാണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആൾ എന്നെ എന്തായാലും ഇവിടെ നിർത്തും, അങ്ങനെ ഒരു സാധ്യതയുണ്ടെന്ന് പറയുന്നതും പിന്നീട് കാണിക്കുന്നത് അതായത് കഫ്റ്റീരിയയിൽ ഇന്നൊരു പ്രത്യേക ഫുഡാണ് സെർവ് ചെയ്യുന്നതെന്നും ചെയർവുമൺ അവിടെ ഫുഡ് കഴിക്കാൻ വരുന്നുണ്ടെന്നും ധൂമിനും മറ്റും പറയുന്നത് ഇവൻ ശ്രദ്ധിക്കുന്നുണ്ട്. ധൂമിനും മറ്റുമാണെങ്കിൽ അവരിയ്ക്കുമ്പോൾ എങ്ങനെയാ മര്യാദയ്ക്ക് ഫുഡ് കഴിക്കാൻ പേടിയാകും, ഇന്നെന്തായാലും ഫുഡ് കഴിക്കേണ്ടെന്ന് പറയുമ്പോൾ ഹീസ് പോകുന്നത് കണ്ട് നീ ഇത് എങ്ങോട്ടാന്ന് ചോദിക്കുമ്പോൾ വിശന്നിട്ട് വയ്യ ഫുഡ് കഴിക്കാനെന്ന് പറയുമ്പോൾ ഇവരാകെ ആശ്ചര്യപ്പെടുന്നുണ്ട് കേട്ടോ. ഇവന് പറ്റിയ ചാൻസ് ഇതാണല്ലോ, നേരെ ചെയർവുമണിൻ്റെ അടുത്തേക്ക് വരുന്ന ഇവനാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് മാഡത്തോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ വൈസി ആണെങ്കിൽ നീ ഇത് ആരോടാ സംസാരിക്കുന്നത്, നിനക്കെന്താ ബോധമില്ല എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയുമ്പോൾ ചെയർവുമൺ ആണെങ്കിൽ സാരില്ല കുട്ടിയല്ലേ ഇവിടെ ഇരുന്നോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. ഹീസുവിന് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുണ്ടായിരിക്കും എന്നാണ് ചെയർവുമൺ അവിടെ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ചെയർവുമണിനെ പറ്റിയിട്ട് ഇവൻ അറിഞ്ഞുവെന്ന് ആൾക്കറിയത്തുമില്ല. ചെയർവുമൺ ആണെങ്കിലും നിനക്ക് എന്താ പറയാനുള്ളതെന്ന് വിചാരിച്ച് വലിയ എന്തോ കാര്യമായിരിക്കും എന്നൊക്കെ പ്രതീക്ഷിച്ച് ചോദിക്കുമ്പോൾ ഇവനാണെങ്കിലും വലിയ ബിൽഡപ്പ് ഒക്കെ കൊടുത്തിട്ട് ഇവിടുത്തെ ഫുഡൊക്കെ ഭയങ്കര ടേസ്റ്റിയാ അതെന്താന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതായിരുന്നു എന്ന് പറയുന്ന ചെയർവുമൺ ആണെങ്കിൽ നിനക്ക് വേറൊന്നും പറയാനില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അല്ല ഈ സ്കൂളിലെ ജിം ഉണ്ടല്ലോ അത് റെനോവേഷൻ ഒന്നും കൊടുത്തിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോൾ ജിമ്മോ അതിനെ പറ്റിയിട്ട് നീ എന്തിനാ ഇപ്പോൾ ചോദിക്കുന്നതെന്ന് ചോദിക്കുന്ന ചെയർവുമണിനോട് അല്ല അതുമായി ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് സ്റ്റോറീസൊക്കെ കേട്ടു എന്ന് പറയുമ്പോൾ ഗോസ്റ്റ് സ്റ്റോറിയെ പറ്റിയിട്ടാണോ നീ പറയുന്നേ, ആ ഒരു ഗോസ്റ്റ് സ്റ്റോറി ആർക്കും അങ്ങനെ അറിയത്തില്ലല്ലോ, അത് നീ എങ്ങനെ കണ്ടുപിടിച്ചു എന്ന് ചോദിക്കുമ്പോൾ ഇവനാണെങ്കിൽ പെട്ടെന്ന് അല്ല അത് പിന്നെ എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഇങ്ങനെ ടെൻഷനൊക്കെ അഭിനയിച്ച് അവിടെ നിന്നും പോകുകയാണ്. അങ്ങനെ അഭിനയിച്ചല്ലേ പറ്റൂ, കാരണം ചെയർവുമണിന് ഹീസു ആരാണെന്ന് അറിയാം, അതുപോലെ ആ ചാരന്റെ കാര്യം ഇതൊക്കെ ഇവൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അവിടെ പറയാൻ പറ്റത്തില്ലല്ലോ. ചെയർവുമൺ ആണെങ്കിലും പ്രിൻസിപ്പലിനോട് ഹീസുവിന് ആ 4ാമത്തെ ഗോസ്റ്റ് സ്റ്റോറിയിൽ എന്തോ ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് അവൻ ഇവിടെ നിന്നും പറഞ്ഞയക്കാൻ കഴിയില്ല എന്ന് പറയുന്നതും ഞാൻ പറഞ്ഞ കാര്യം എന്തായി അത് ഡീലല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. അങ്ങനെ ഇവന്റെ ആ ഒരു ചൂണ്ട നന്നായി തന്നെ കൊളുത്തുന്നുണ്ട്. പിന്നീട് ഹീസു ആണെങ്കിൽ ചെയർവുമണിനെ ഫോളോ ചെയ്തു പോവാണെന്ന് പറയുമ്പോൾ ഹോസു ആണെങ്കിലോ എവിഡൻസ് കിട്ടണമല്ലോ, സസ്പെക്റ്റ് ആയിട്ടുള്ള പില്ലേഴ്സിന്റെ ഡീറ്റെയിൽസ് എടുത്തിട്ടുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് സ്റ്റോറേജ് റൂമിൽ പോയിട്ട് സെർച്ച് ചെയ്യുന്നുണ്ട്. അങ്ങനെ നൈറ്റിൽ ഈ ചെയർവുമൺ ആണെങ്കിൽ വീട്ടിലെത്തുന്നതും അവിടെ ഞാൻ അപ്സെറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. എന്താ മോളെ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ഈ ഹെഡ്സെറ്റ് ബോയ് പറഞ്ഞ കാര്യങ്ങൾ ഈ ആപ്പിനെ പറ്റിയിട്ടൊക്കെ ഈ അമ്മയോട് ചോദിക്കുന്നതും അമ്മ അത് സത്യമാണെന്ന് പറയുമ്പോൾ ഇവളങ്ങ് തകർന്നു പോകുന്നുണ്ട്. കാരണം ഇത്രയും കാലം താൻ നന്നായി പഠിച്ചിട്ടാണ് ഫസ്റ്റ് റാങ്ക് കിട്ടിയെന്നാണല്ലോ എന്നെ വിചാരിക്കുന്നത്, നീ അതിനെ പറ്റിയൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോളാന്ന് പറയുന്ന അമ്മയാണെങ്കിലോ പിന്നെ ആ യുജിയോങ് ആയിട്ട് അങ്ങനെ കൂട്ടുകൂടണ്ട, എനിക്ക് അവളെ തീരെ ഇഷ്ടമല്ല, എന്ത് കണ്ടിട്ടാ ഫസ്റ്റ് പൊസിഷൻ കിട്ടണ്ട, എൻ്റെ മകളുടെ സ്ഥാനം അവൾ തട്ടിയെടുത്തേന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ ഇത് കേൾക്കുന്ന എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. യുജിയോങ്ങിനെ പറ്റി അങ്ങനെയൊന്നും സംസാരിക്കരുത്, അവൾ എൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് ദേഷ്യത്തിൽ എന്നെ അവിടെ നിന്ന് പോകുമ്പോൾ അമ്മ ആകെ വണ്ടടിക്കുന്നുണ്ട്.
കാരണം ഏന മുന്നേ ഇങ്ങനെയൊന്നും റിയാക്ട് ചെയ്തിട്ടില്ല. എന്തായാലും ഇവൾ യുജോങ്ങിന്റെ വീട്ടിലേക്കാണ് കേട്ടോ വരുന്നത്. ആ ടൈമിൽ അവിടെ ആലോചിക്കുന്നത് യുജോങ് ഈ സ്കൂളിലേക്ക് ട്രാൻസ്ഫർ ആയി വന്ന ആദ്യ എക്സാമിൽ തന്നെ ഫസ്റ്റ് എനിക്കും സെക്കൻഡ് ഇവൾക്കും ആയിരുന്നു കിട്ടിയിരുന്നത്. അങ്ങനെ ഒരു സ്കൂൾ ട്രിപ്പിൽ ഏന ഇവളെ പരിചയപ്പെടുന്നതും ഒരു പ്രൈവറ്റ് ട്യൂറ്ററോ അതുപോലെ സ്റ്റഡി ഗ്രൂപ്പോ ഇല്ലാത്ത ടെക്സ്റ്റ് മാത്രം ഫോളോ ചെയ്തിട്ടാണ് ഈ സെക്കൻഡ് റാങ്ക് കിട്ടിയെന്ന് മനസ്സിലാക്കുന്ന ഏനയാണെങ്കിൽ തന്നെ സമ്മതിക്കണം, തന്നെ പറ്റി അറിയാൻ എനിക്ക് നല്ല ക്യൂരിയോസിറ്റി ഉണ്ട്, നമുക്ക് ഫ്രണ്ട്സ് ആയാലോ എന്ന് ചോദിച്ചിട്ടാണ് കേട്ടോ ഇവർ ഫ്രണ്ട്സ് ആകുന്നത്. എന്തായാലും ആ ഒരു പാസ്റ്റ് സീൻ ആലോചിക്കുന്ന ടൈമിൽ അങ്ങോട്ട് വരുന്ന യുജോങ് ആണെങ്കിലോ താനെന്താ എവിടെ ഇരിക്കുന്നതെന്നൊക്കെ പറയുന്നതും പിന്നീട് വീട്ടിലേക്ക് കൂട്ടി കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും പിന്നീട് ഫുഡ് കഴിക്കുന്നതും അമ്മ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് തന്നെയാണ് യുജോങ് പറഞ്ഞിട്ട് അമ്മ അവിടെ പ്രിപ്പയർ ചെയ്യുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും ഫുഡ് കഴിക്കുന്നത് പിന്നീട് തിരിച്ചു പോകുന്ന ടൈമിൽ എനയാണെങ്കിലും ഡിന്നർ എനിക്ക് ഒരുപാട് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് താങ്ക്സും പറഞ്ഞിട്ടാണ് അവിടെ നിന്നും പോകുന്നത്. അങ്ങനെ ഒരു നല്ല സീൻ അവിടെ കാണിക്കുന്നുണ്ട്. ഇതേ ടൈമിൽ ഹോസു ആണെങ്കിൽ ചെക്ക് ചെയ്യുന്നത് ഈ മെയിൻ എക്സാമിന്റെ OMR ഷീറ്റ് മാത്രമായിരിക്കില്ല, essay കോമ്പറ്റീഷൻ, റീഡിംഗ് കോമ്പറ്റീഷൻ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന എല്ലാ കോമ്പറ്റീഷൻസിന്റെയും മാർക്ക് ചെക്ക് ചെയ്യുന്ന ടൈമിൽ 91 മാർക്ക് കിട്ടിയ ഒരു കുട്ടിക്ക് 100 ആ ഒരു സിസ്റ്റത്തിൽ അപ്ഡേറ്റ് ചെയ്യുന്ന ടൈമിൽ അത് 98ഉം 99ഉം ആയിട്ട് മാറുന്നുണ്ട്. അതായത് മാർക്ക് കൂട്ടിയിട്ട് കൊടുക്കുന്ന പരിപാടി. എവിടെയൊക്കെ ഏതൊക്കെ ടെസ്റ്റിൽ മാർക്ക് കൂട്ടിയിട്ട് കൊടുത്തിട്ടുണ്ടോ ആ ഒരു ടെസ്റ്റൊക്കെ നടത്തിയിട്ടുള്ളത് ജുൻഹു എന്ന് പറയുന്ന ഒരു ടീച്ചർ ആയിരിക്കും. സോ ആളും ഇതിൽ ഇൻവോൾവഡ് ആണെന്ന് മനസ്സിലാക്കുന്ന ഇവളാണെങ്കിലും നേരെ ഹീസുവിന്റെ വീട്ടിലേക്ക് പോകുന്നതും അവിടെ സാധനങ്ങളൊക്കെ വലിച്ചു വാരി ഇട്ടിരിക്കുന്നതാണ് ഇവൾ ശ്രദ്ധിക്കുന്നത്. അതായത് അവിടെ മറ്റാരോ വന്നിട്ടുണ്ടെന്ന് ഇവൾ മനസ്സിലാക്കുന്നതും ആ സീൻ കട്ട് ചെയ്ത് അങ്ങോട്ട് വരുന്ന ഹീസു ആണെങ്കിലും വീട്ടിൽ ഇതുപോലെ ആരോ അതിക്രമിച്ച് കയറിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കി ഉള്ളിലേക്ക് വരുന്നതും അവിടെ ഓസു കിടക്കുന്നതാണ് കാണുന്നത്. എന്താ പറ്റി എണീക്കെന്നൊക്കെ ചോദിച്ച് ഇവളെ എണീപ്പിക്കാൻ നോക്കുന്നതും ഇവിടെ വെച്ചിട്ടാണ് സീൻ കട്ട് ചെയ്യുന്നത്. അതായത് ഓസുവിനെ ആ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി വന്ന ആൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കുമെന്ന് ഒരു സസ്പെൻസ് ആക്കിയിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. എക്സ്ട്രാ ക്ലിപ്പിലൂടെ കാണിക്കുന്നത് നേരത്തെ പാസ്റ്റില് ഇവൾ ഒരു സ്റ്റുഡന്റിനെ പറ്റി പറഞ്ഞല്ലോ, ആ കുട്ടിയെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തി എന്നതിന്റെ പേരിൽ പുറത്താക്കുന്നതും ഈ പെൺകുട്ടിയാണെങ്കിലോ പോകുന്ന ടൈമിൽ എനിക്കൊരു കാര്യം പ്രോമിസ് ചെയ്തു തരും, എനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ടീച്ചർ സംസാരിച്ചു, പക്ഷെ ഒരു ടെമ്പററി ടീച്ചർ ആയതുകൊണ്ട് ടീച്ചർക്ക് ഒന്നും കഴിഞ്ഞില്ല, ടീച്ചേഴ്സിനെ പോലെയുള്ള ആളുകളെയാണ് സ്കൂളിലേക്ക് വേണ്ടത്, അതുകൊണ്ട് ഒരു ടെമ്പററി ടീച്ചർ ആകാതെ ഒരു ഫുൾ ടൈം ടീച്ചർ ആകാൻ ടീച്ചർക്ക് കഴിയത്തില്ലേ, എനിക്ക് വാക്ക് തരില്ലേ എന്നൊക്കെ പറഞ്ഞൊരു സീനാണ് അവിടെ കാണിക്കുന്നത്. അതായത് ഓസു എന്തുകൊണ്ടാണ് ഒരു ഫുൾ ടൈം ടീച്ചർ ആകണം എന്ന് ഇത്രയും ആഗ്രഹിക്കുന്നത്, ഇവിടെ ഭയങ്കര സിൻസിയാരിറ്റി ഉള്ളൊരു ടീച്ചറാണെന്നൊക്കെ അവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. സോ ഇനി എന്തൊക്കെയാണ് സംഭവിക്കുക എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡ് വരെ വെയിറ്റ് ചെയ്തേ പറ്റൂ.